നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ചക്കരക്കൽ ടൗൺ വികസന സർവേ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരും സംയുക്ത സമരസമിതി പ്രവർത്തകരും ചേർന്നാണ് മൗവഞ്ചേരിയിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. തുടർന്ന് സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ ഉടലെടുത്തു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചക്കരക്കല്ലിൽ ഹർത്താൽ ആചരിച്ചു. ചക്കരക്കൽ ടൗൺ വികസന സർവേക്ക് മൗവഞ്ചേരിയിലെത്തിയ ഉദ്യോഗസ്ഥരെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തകരും സംയുക്ത സമരസമിതി പ്രവർത്തകരും തടഞ്ഞത്. തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. സാറ്റലൈറ്റ് സർവേക്ക് പകരം മാനുവൽ സർവേ നടത്തിയാൽ നഷ്ടം കുറയ്ക്കാൻ സാധിക്കുമെന്നും ടൗൺ വികസനത്തിന് പകരം ബൈപ്പാസ് കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചക്കരക്കൽ CIMP ആസാദിന്റെ നേതൃത്വത്തിലുള്ള QRT ടീം 20ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് പ്രവർത്തകർ സംഘടിച്ച് പ്രകടനമായി ചക്കരക്കല്ലിലേക്ക് എത്തി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിനിടെ നിർബന്ധിപ്പിച്ച് കട അടപ്പിക്കാൻ ശ്രമിച്ച ഏകോപന സമിതി പ്രവർത്തകരും വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തകരും തമ്മിൽ വാക്തർക്കമുണ്ടായി. സാറ്റലൈറ്റ് സർവേ ഒഴിവാക്കുക, മാനുവൽ സർവേ നടപ്പിലാക്കുക, ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും മതിയായ സംരക്ഷണം നൽകുക, ഉടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, മുമ്പ് പ്രഖ്യാപിച്ച ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക, സ്വത്തിനും ഉപജീവന മാർഗവും സംരക്ഷിക്കാൻ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. തങ്ങളുടെ സ്വത്തും ഉപജീവന മാർഗവും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും സമരസമിതി കൺവീനർ സജീർ കോമ്പിൽ പറഞ്ഞു. ജീവൽ മരണ പോരാട്ടം, നമ്മൾ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇവർ ഇല്ലാതാക്കുന്നത്. ഒരു പ്രകൃതി ദുരന്തം വന്നാൽ വ്യാപാരികൾ വേണം, വേറൊരു പ്രശ്നങ്ങൾ വന്നാൽ വ്യാപാരികൾ വേണം. എല്ലാ കാര്യങ്ങളിലും വ്യാപാരികൾ ഒന്നൊരംഗം മുമ്പോട്ട് നിന്നിട്ട് സമൂഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ വ്യാപാരികൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു വികസനത്തിനെതിരല്ല. വികസനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ ടൗണിൽ നടക്കുന്നത് കൃത്യമായി 3 റോഡുകളാണ്. ഈ 3 റോഡുകളിലും 3 തരം അലൈൻമെന്റ് ആണ് വന്നിട്ടുള്ളത്. ചക്കരക്കല്ലിന്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റോഡാണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന 5ഓളം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്. ആ റോഡിന്റെ വികസനം എന്ന് പറയുന്നത് തുച്ഛമായ 400 മീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്. ഈ ടൗൺ റോഡിന്റെ മെയിൻ റോഡ് വരുന്നത് 1 കിലോമീറ്ററും അതുപോലെ മുഴപ്പാല റോഡ് വരുന്നത് 600 മീറ്ററുമാണ് നീളം വരുന്നത്. അതിൽ തന്നെ വീതികൾ പ്രമാണിച്ചിട്ടാണെങ്കിൽ പലതരം അലൈൻമെന്റ് വ്യത്യാസങ്ങളാണ് ഈ ഇതിലുള്ളത്. അതുകൊണ്ട് നമുക്ക് വ്യാപാരികൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ സാറ്റലൈറ്റ് അലൈൻമെന്റ് നിർത്തിവെക്കുകയും മാനുവൽ ആയിട്ടുള്ള അലൈൻമെന്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ചക്കരക്കല്ലിനെ വ്യാപാരികൾക്ക് സുരക്ഷിതമായി കൊണ്ടുള്ള ഒരു പാക്കേജിലൂടെ നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വ്യാപാരികളെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് അതിന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിച്ച് സാറ്റലൈറ്റ് അലൈൻമെന്റ് ഒഴിവാക്കിക്കൊണ്ട് നിലവിലുള്ള റോഡിനെ അതുപോലെ നിർത്തി എത്രയാണോ വീതി വേണ്ടത് കൃത്യമായി മാനുവൽ അലൈൻമെന്റ് കൊണ്ടുവന്നിട്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം KRSB ഉദ്യോഗസ്ഥർ സർവേ നടപടികളുമായി മുന്നോട്ടു പോയി. എന്നാൽ ബൈപ്പാസ് വന്നാൽ വ്യാപാരികൾക്ക് ഗുണകരമാകില്ലെന്നും ചക്കരക്കൽ ടൗൺ വികസനം അത്യാവശ്യമാണെന്നും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ K പ്രദീപൻ, ശശീന്ദ്രൻ, ഖലീൽ, അബ്ദുൾ അസീസ് തുടങ്ങിയവരും സംയുക്ത സമരസമിതി നേതാക്കളായ A സത്യൻ, കോമ്പിൽ, സജീർ, ഹരീന്ദ്രൻ, സജീഷ് കേളോത്ത് എന്നിവരും പങ്കെടുത്തു.